മനുഷ്യ കഴിവിന് അതീതമാണോ വിധേയമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴെങ്കിലും ഉസ്താദ് മറുപടി പറഞ്ഞിരിക്കുന്നു. മനുഷ്യ കഴിവിന് വിധേയമാണ്. മനുഷ്യ കഴിവിന് വിധേയമായ രൂപത്തിൽ ഒരാൾ വെള്ളത്തിന് ചോദിച്ച് തർക്കമുള്ള ഇസ്തിഗാസ അല്ല. തർക്കമുള്ള ഇസ്തിഗാസ എന്ന് ആദ്യം ചോദിച്ചില്ലേ? അപ്പൊ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യത്തിൽ ചോദിക്കുന്നതിൽ തർക്കമില്ല. തർക്കമുള്ള ഇസ്തിഗാസയെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിലുള്ള ഒരു ഉദാഹരണം ഖുർആനിൽ ഉസ്താദ് ചോദിച്ചത് മൂസാ നബിയോടാണല്ലോ. അതുകൊണ്ടല്ലേ ശരിക്കും മനസ്സിലാക്കിയിട്ട് വടികൊണ്ടടിച്ചിട്ട് വെള്ളം ഉണ്ടാക്കി കൊടുത്തത്. കൂൾബാറ് ചെന്നാലും അവനും വെള്ളം ചോദിച്ചാൽ നിൽക്കുകയാണ് വായത്തണ്ട് അടിച്ചുണ്ടാക്കി കൊടുക്കലാ. അത് സാധാരണ ചെയ്തുണ്ടാക്കി കൊടുക്കണമല്ലേ. അപ്പൊ അതുകൊണ്ട് ഏത് ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ. ഞാൻ ഇടയ്ക്ക് വെച്ച് എന്റെ പ്രവർത്തകരോട് പറയുന്നു, മുജാഹിദിന്റെ ഉദ്ദേശം പരിപാടി കലക്കലാണ്, അതുകൊണ്ട് സംശയം തീർക്കലല്ല. നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകരുത്. അവരെന്തോ ബഹളം വെച്ചോട്ടെ, എല്ലാവരും ഇങ്ങോട്ട് പോരുക. ഒരു കൈ മാത്രം മുട്ടിയ ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കൈ ഏറ്റുമുട്ടുമ്പോൾ ആ ശബ്ദം ഉണ്ടാവുക. അതുകൊണ്ട് മുജാഹിദിന്റെ ഉദ്ദേശം പരിപാടി കലക്കലാണ്. കാരണം അവർക്ക് ഇതുപോലെ പരസ്യമായ വേദിയിൽ, തുറന്ന വേദിയിൽ എത്രയോ ചോദ്യത്തിന് അവസരം കൊടുത്തുകൊണ്ട് മുഖാമുഖത്തിന് കഴിയില്ല. ചെയ്യാമെന്നവരെ കഴിയില്ല, അതിന് ധൈര്യം കാണിക്കില്ല. പക്ഷേ ഉള്ള പരിപാടി വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ സ്വഭാവം. അപ്പൊ പരിപാടി കലക്കൽ അവരുടെ ലക്ഷ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കൾ അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരിക, എന്നിട്ട് പരിപാടി ശ്രദ്ധിക്കുക. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടികൊണ്ടടിച്ചിട്ടാണല്ലോ വെള്ളം കൊടുത്തത്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, ആദ്യം ചോദിച്ച് കുഴഞ്ഞിരുന്ന മൗലവി, ആ മൗലവി എന്നെ പറഞ്ഞല്ലോ മൂസാ നബിന്റെ അടുത്ത വടി ഉണ്ട് എന്നൊക്കെ അനേകർക്ക് അറിയാം. അപ്പൊ ആ കടി കൊണ്ട് ഒരുപാട് കാര്യം മൂസാ നബി ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല മൂസാ നബിക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസം അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ചില കഴിവുകൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ കൊടുക്കും. ആ കൊടുക്കുന്ന കഴിവുകൾ മൂജിയത്തെ കറാമത്ത്, അത് അടിസ്ഥാനത്തിലാണ് അവരോട് സഹായം ചോദിക്കുന്നത്. ആ സഹായാർത്ഥനയാണ്. ഇവിടെ ഒരു വെള്ളമില്ല, കിണറില്ല, പൈപ്പില്ല, വാട്ടർ ബോട്ടിലില്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഇത് കൊടുത്തത് എങ്കിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിച്ചതും അള്ളാഹു ശരിക്കും അഭൗതിക മാർഗത്തിലൂടെ അല്ലെങ്കിലോ മനുഷ്യ കഴിവിന് അതീതമായ രൂപത്തിലൂടെ തന്നെ അടിച്ചുകൊണ്ട് വെള്ളം കൊടുത്തതും. അത് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മറ്റൊരു ചോദ്യത്തുമ്പോൾ തന്നെ ഉരുട്ടുക എന്നുള്ളത് പരിപാടി ശരിക്കും കൂടുതൽ സംശയം തീരുന്നതിന് വേണ്ടിയുള്ള അടവ് എല്ലാ സ്ഥലത്തും പറ്റുന്നതാണ്. അതുകൊണ്ട് ഇനി അടുത്ത ആള് ചോദിച്ചോട്ടെ. വേണ്ട വേണ്ട, കുറെ അവസരം തന്നല്ലോ. അപ്പൊ ജനങ്ങൾക്ക് സദസ്സ് എന്ത് പറയുന്നു, എന്താ വേണ്ടത്? അതെ, പരമാവധി ചോദിക്കാനൊക്കെ ചോദിച്ചല്ലോ. അതെ, ഇനി ഇൻഷാ അല്ലാഹ് പരിപാടി നമ്മൾ വെക്കാം. ഇനി കാര്യം ചെയ്യാം, നിങ്ങൾ മുഖാമുഖം വെക്കുക, ഞങ്ങൾക്കൊരു ഗ്യാപ്പ് ഇതുപോലെ തരാം. നമ്മളിപ്പോ മണിക്കൂർ ഒരുപാടായല്ലോ. ഒരുപാടൊന്നും പാടാതെ സംശയം തീർക്കാൻ ഒരു പാലം, സുഹൃത്തെ, ഒരു പാലിട്ടാൽ അങ്ങോട്ട് മാത്രം വണ്ടിയല്ലല്ലോ, ഇങ്ങോട്ടും പറ്റുമല്ലോ അല്ലെ? നിങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യം പെർമിറ്റൊക്കെ ഉണ്ടല്ലോ അല്ലെ? നിങ്ങളടുത്ത് വല്ല ആശയും ആദർശം തന്റെയോടും ത്രാണിത്തുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പരിപാടി വെച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ച പോലെ കത്തുക. ഇൻഷാ അല്ലാഹ് ശരിക്കും തോന്നിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ജനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ചോദിച്ചത് മറുപടിയും തെളിവൊക്കെ, പിന്നെ എങ്ങനെ കടന്നിട്ട് ഉരുളുക. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത വരും ചോദിക്കാണ്ട്